പാലക്കാട് CPM-ൽ വിഭാഗീയത രൂക്ഷം. ചിറ്റൂർ ഏരിയ സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ വിമത വിഭാഗം. കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റും ഏരിയ കമ്മിറ്റി അംഗവുമായ M. സതീഷ് ഉൾപ്പെടെയുള്ളവരാണ് വിട്ടുനിൽക്കുക. സതീഷിനൊപ്പം പഞ്ചായത്തിലെ 3 അംഗങ്ങളും ഏരിയ സമ്മേളനത്തിൽ എത്തില്ല. അരുൺ ആലത്തൂർ തന്നെയാണ് വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, ഈ സമ്മേളന കാലയളവിൽ വ്യാപകമായി തന്നെ ഈ വിമത പ്രശ്നം CPM-നെ അലട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ സതീഷ് ഉൾപ്പെടെയുള്ളവർ വിട്ടുനിൽക്കാനെടുക്കുന്ന തീരുമാനം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക. CPM-നെ വിവരങ്ങൾ എന്താണ്? തീർച്ചയായും വേണം. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലെ CPM-നകത്തെ വിഭാഗീയത തുടരുന്ന ഒരു സാഹചര്യമാണ്. ഇന്നിപ്പോൾ ഏതായാലും ചിറ്റൂർ ഏരിയ സമ്മേളനത്തിൽ വിമതർ പങ്കെടുക്കില്ല എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റും ഏരിയ കമ്മിറ്റി അംഗവുമായ M. സതീഷ് ഉൾപ്പെടെയുള്ളവരാണ് ഈ സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. തങ്ങളെ ആരും ഒന്നും അറിയിച്ചിട്ടില്ല എന്നാണ് സതീഷ് പറയുന്നത്. സതീഷിനൊപ്പം പഞ്ചായത്തിലെ 3 മെമ്പർമാരും ഈ ഏരിയ സമ്മേളനത്തിൽ എത്തില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ ഈ സമാന്തര പാർട്ടി ഓഫീസ് ഉൾപ്പെടെ വിമത വിഭാഗം ആരംഭിച്ചിരുന്നു. ഒപ്പം തന്നെ നേരത്തെ ഈ ഏരിയ സമ്മേളനം നടക്കേണ്ടിയിരുന്ന അതേ സമയത്ത് തന്നെ വിമത സമ്മേളനം ഇവർ നടത്തുകയും ചെയ്തിരുന്നു. അതേസമയം തന്നെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി പറയുന്നത് ഈ വിമത നീക്കം നടക്കുന്ന ആളുകൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവും എന്നാണ് കഴിഞ്ഞ ദിവസവും CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി N. സുരേഷ് ബാബു ഈ വിഷയത്തിൽ വ്യക്തമാക്കിയത്. അതേസമയം തന്നെ കോൺഗ്രസിൽ നിന്നും വന്ന വ്യക്തിയെ ഇത്തരത്തിൽ ലോക്കൽ സെക്രട്ടറി ആക്കിയതിനെതിരെയാണ് ഇവർക്ക് പരാതി ഉള്ളത്. അരുൺ എന്ന വ്യക്തിയാണ് കോൺഗ്രസിൽ നിന്ന് വന്ന വ്യക്തിയെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പിടിച്ച് ലോക്കൽ സെക്രട്ടറി ആക്കിയത്. ആ ലോക്കൽ സെക്രട്ടറി ആക്കിയ നടപടി യാതൊരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്നുള്ള ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് വിമത വിഭാഗം. മാത്രമല്ല, സംസ്ഥാന നേതൃത്വത്തിന് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ സംസ്ഥാന നേതൃത്വം എന്ത് നടപടി എടുക്കുമെന്നുള്ളതാണ് തങ്ങൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് എന്നുള്ളതാണ് വിമത വിഭാഗം പറയുന്നത്. നിലവിൽ ഏതായാലും ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്നുള്ളത് വ്യക്തമാക്കുകയാണ് വിമതർ. ഓക്കെ, ശരി അരുൺ.